ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ആറ്റം മോഡലായിട്ടുള്ള റൂദർഫോർഡ് ആറ്റം മോഡലാണ്. റൂദർഫോർഡ്സ് ആറ്റം മോഡൽ. അപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ആറ്റം മോഡലിലേക്ക് എൻ്റർ ചെയ്യുന്നതല്ല. എങ്ങനെയാണ് റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തത്, ആ കാര്യങ്ങളിൽ കൂടിയിട്ടാണ് നമ്മൾ ആറ്റം മോഡലിലേക്ക് വരുന്നത്. 5 സെക്ഷനുകളിലായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. 1, റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ്. 2, ആ എക്സ്പെരിമെന്റിൽ നിന്നും റൂദർഫോർഡ് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. 3, ആ ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻസ്. 4, ആ കൺക്ലൂഷനിൽ നിന്നും അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ആറ്റം മോഡൽ. 5, ഈ ആറ്റം മോഡലിന്റെ ഡിമെറിറ്റ്സ്. So the 5 sections are experiment of Rutherford, observations of the experiment, conclusions of experiment, atom model, and last one, demerits of the atom model. ഈ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂദർഫോർഡ് നടത്തിയ എക്സ്പെരിമെന്റിന്റെ പേരാണ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എന്നാണ് റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾസ് scattering experiment. അപ്പൊ ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പുതിയ ടേം ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചില പ്രത്യേക തരം എലമെന്റുകൾക്ക് നമ്മൾ കാണാത്ത ചില റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന അത്തരം എലമെന്റുകളെ പറഞ്ഞ പേരാണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. എക്സാമ്പിൾ ആണ് യുറേനിയം, തോറിയം, പൊട്ടക്ടീനിയം, റേഡിയം. ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇവര് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് വേറൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ തനിയെ സ്വയമേ അതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടും. വികിരണങ്ങൾ പുറത്തേക്ക് പോകും. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് പോകുന്ന റേഡിയേഷൻസിന്റെ പേരാണ് റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റേഡിയേഷൻസ് ആണുള്ളത്. അതിന്റെ പേരാണ് ആൽഫ, ബീറ്റ, ഗാമ. So alpha, beta, gamma are the radiations emitted by the radioactive elements. Okay, ഇതിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹീലിയം ന്യൂക്ലിയസിന് ഇക്വിവാലന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ. അതായത് ചാർജ് ഉള്ളതാണ്. ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടല്ലോ. ആൽഫ പാർട്ടിക്കിളിന് ഹീലിയം ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് ഉള്ളത്. ഹീലിയം ന്യൂക്ലിയസിന് 2 പോസിറ്റീവ് ചാർജ് ആണ്. സോ 2 പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾസ് ഒന്നിന്റെ പിറകെ ഇങ്ങനെ ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനാണ് ആൽഫ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ പോകുന്നതിനാണ് ആൽഫ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആൽഫ മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ട് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിച്ചാൽ മതി. എന്താണ് ആൽഫ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജുള്ള റേഡിയേഷൻ പാർട്ടിക്കിളാണ്. അതായത് കുറച്ച് ഹെവിയാണ് ആൽഫ പാർട്ടിക്കിൾ, കുറച്ച് ഹെവിയാണ്. 2 പോസിറ്റീവ് ചാർജ് ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ 2 പോസിറ്റീവ് ചാർജിന്റെ മാസ് ഉണ്ട് അതിന്. ഓക്കെ, അപ്പൊ ആൽഫ എന്നാണെന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിലേക്ക് പോകാം. എന്താണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്? ഓക്കെ, അപ്പൊ ഈ എക്സ്പെരിമെന്റ് നമ്മൾ പറയുന്നത് ആദ്യം എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പറയാൻ വേണ്ടി പോവാണ്. അതിൽ നിന്ന് നമ്മൾ ഒബ്സർവേഷൻസും കൺക്ലൂഷനും ആറ്റം മോഡലൊക്കെ പറയും. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എടുത്തു. സർക്കുലർ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. കുഞ്ഞോക്ക് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എന്നാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളത് ജെ തോമസിന്റെ ആറ്റം മോഡലൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് സ്ക്രീനാണ്.
ഇതൊരു സ്ക്രീനാണ്. ഓക്കെ, ആ സ്ക്രീനിൽ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അതുകൊണ്ടുള്ള ഗുണം? നമ്മൾ കാണാത്ത വല്ലതും ഇതിലേ കൂടി പോകുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പോയിട്ട് ഇടിക്കുന്ന സമയത്ത് അതിന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നെങ്കിൽ അവിടെ സ്പോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഷൈനിങ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ്. ദാറ്റ് മീൻസ് എ സ്ക്രീൻ കോട്ടഡ് വിത്ത് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്, ആൽഫ പാർട്ടിക്കിളിന്റെ സൂസ് നമുക്ക് അതിനെ വിളിക്കാം. പക്ഷെ ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇങ്ങനെ ഓപ്പൺ ആയി വെച്ച് കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. കാരണം അതിൽ നിന്ന് നമ്മൾ കാണുന്നില്ല എങ്ങോട്ടാണ് റേഡിയേഷൻ പോകുന്നത്, നമ്മൾ കാണുന്നില്ല. പല ഭാഗത്തേക്ക് അതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുടെ ശരീരത്തിലൊന്നും ആ റേഡിയേഷൻസ് ഏൽക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് സാധാരണ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ലെഡ് കൊണ്ടുള്ള ബ്ലോക്കിനകത്താണ് വെക്കുക. എന്നാണ് ലെഡ് ബ്ലോക്ക്. ആൻഡ് അങ്ങനെയെന്ന് വെച്ചെങ്കിൽ ലെഡിന് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ലെഡിന് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത് ലെഡ് ബ്ലോക്ക്, ആ ലെഡ് ബ്ലോക്കിന്റെ ഉള്ളിലാണ് ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങോട്ടൊക്കെ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻസിന് ഈ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റേഡിയേഷൻസിനെ ലെഡ് ബ്ലോക്ക് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. സോ അതിനെ എന്താ പറയാ, ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദിസ് ഇസ് ലെഡ് ബ്ലോക്ക്. സോ ദിസ് ഇസ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. കുഞ്ഞോളെ ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും പോകണ്ട, പക്ഷെ ഒരു പ്രത്യേക ആ ഡയറക്ഷനിലേക്ക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോളാക്കിയിട്ട് വെക്കും, ഒരു കനാല് പോലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കനാല് പോലെ. ആ കനാലിലേക്ക് കൂടി ഇട്ട് റേഡിയേഷൻസ് ഇതിലെ കൂടി മാത്രം പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഒരു മുമ്പിൽ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് കൂടിയിട്ട് ഒരുപാട് റേഡിയേഷൻസ് പുറത്തേക്ക് വരാം. ഒരു ബീം, റേഡിയേഷൻ ഒരു ബീം തന്നെ പുറത്തോട്ട് വരാം. അങ്ങനെ ഒരുപാട് എന്താ പറയാ, കട്ടിയുള്ള ബീം വേണ്ട, ചെറിയൊരു ബീം മതി. അതുകൊണ്ട് ഇപ്പോ വരുന്ന വഴിക്ക് ചെറിയൊരു സ്ലിറ്റ് വെക്കും. സ്ലിറ്റ്, ഓക്കെ, ചെറിയൊരു ഓപ്പണിങ്. അപ്പൊ ഈ ഓപ്പണിങ്ങിന് ഇക്വിവാലന്റ് ആയിട്ടുള്ള റേഡിയേഷൻസ് മാത്രം പുറത്തോട്ട് വരും. ഓക്കെ അല്ലേ കുഞ്ഞോളെ? ഇനി ആയില്ല, തീർന്നില്ലാതെ. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു വസ്തു. സ്വർണത്തിന്റെ വളരെ നേർത്തൊരു തകിട്, ഫോയിൽ, ഗോൾഡ് ഫോയിൽ എന്നാണ്. ഗോൾഡ് ഫോയിൽ വളരെ നേർത്ത, വളരെ തിന്നായിട്ടുള്ള ഒരു ഫോയിൽ. ഓക്കെ, വളരെ നേർത്തൊരു ഫോയിൽ. ഇത്രയൊക്കെ കട്ടിയൊന്നുമില്ല, തിക്നെസ് ഒന്നുമില്ല, വളരെ ചെറിയ തിക്നെസ് ആണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ തിക്നെസ് ആകുമ്പോൾ ഗോൾഡിന്റെ ആറ്റങ്ങളുടെ ഒരു സിംഗിൾ ലെയർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അട്ടിക്കട്ടി ഒന്നിന്റെ മുകളിൽ മറ്റൊന്നായിട്ട് അടുക്കുകളായിട്ട് സ്വർണത്തിന്റെ ആറ്റങ്ങൾ അതിലുണ്ടാവില്ല, സിംഗിൾ ലെയർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഗോൾഡിന്റെ ചെറിയൊരു ഫോയിൽ, അത് നമുക്കിത് ഇങ്ങനെ കാണിക്കാം. ആക്ച്വലി ഇതാണ് സംഗതി. ഗോൾഡിന്റെ ആറ്റങ്ങൾ അതിലൊരു സിംഗിൾ ലെയർ ആയിട്ടുണ്ടാവും. ഗോൾഡ് ഫോയിൽ അവിടെ വെച്ച്. ഓക്കെ, ഇത് അത്രയാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ സോഴ്സ്, അതിന് കവർ ചെയ്തുകൊണ്ട് ലെഡ് ബ്ലോക്ക്, അതിന് മുമ്പിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ അതിന്റെ മുമ്പിൽ ഒരു സ്ലിറ്റ് വെച്ച് സ്ലിറ്റ്. ദെൻ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന്റെ ഉള്ളിൽ, ആ സർക്കുലർ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന്റെ ഉള്ളിലായിട്ട് ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്താണ് അദ്ദേഹം കണ്ട ഒബ്സർവേഷൻസ്? ഇത് നമ്മൾ പറയാൻ പോകുന്ന ഒബ്സർവേഷൻസ് ആണ്. ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഓക്കെ, ഇത് അദ്ദേഹം കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒബ്സർവേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട 3 ഒബ്സർവേഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കത് പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. ആദ്യം വളരെ ചുരുക്കിയിട്ടൊന്ന് പറയാം, തന്നെ അതിന് പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന്റെ നേരെ ഈ ഹോളില് അതായത് ഈ സ്ലിറ്റിൽ, ഈ ഓപ്പണിങ്ങില് നേരെ ഫ്രണ്ടില്, നേരെ ബാക്കിൽ, ഈ ഗോൾഡ് ഫോയിലിന് നേരെ ബാക്കിലായിട്ട് ഒരുപാട് സ്പോട്ടുകളാണ്. ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സ്പോട്സ് ആർ സീൻ. ഒരുപാട് സ്പോട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ഷൈനിങ് അവിടെ കണ്ടു. അതിൽ കുറച്ച് അപ്പുറത്തായിട്ടും കുറച്ച് ഡോട്ടുകൾ അല്ലെങ്കിൽ സ്പോട്ടുകൾ കണ്ടു, അല്ലെങ്കിൽ ചെറിയ ഷൈനിങ് കണ്ടു. ഇവിടെ കാണുന്ന സ്പോട്ടുകളുടെ എണ്ണം ഇവിടെ ഉള്ളതിനേക്കാൾ കുറവാണ്. ഇവിടെ ഒരുപാട് കൂടുതലാണ്. ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെയോ
ഈ ഭാഗത്തായിട്ട് കുറച്ച് സ്പോട്ടുകൾ കണ്ടു. അത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്, തുച്ഛമാണ്. ഇവിടെയും കുറച്ച് കണ്ടു. പിന്നെ ഈ ഭാഗത്തും കണ്ടു. ഇത് 1-2 സ്പോട്ടുകൾ, അത്രേ വളരെ കുറച്ച് സ്പോട്ടുകൾ അവിടെ കാണുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ കാണുന്ന സ്പോട്ടുകളുടെ ഒരു അറേഞ്ച്മെന്റ്. ഇതാണ് ഈ സ്ലിറ്റിന് നേരെ മുമ്പിലായിട്ടുള്ള ഈ പോയിന്റിൽ ഈ റീജിയൻ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സ്പോട്സ് ഓർ ഡോട്ട്സ് ആർ സീൻ. ഓക്കെ, ഇവിടെ കുറച്ച് കുറവാണ്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ കുറവാണ്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ 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 കുറവാണ്. ഓക്കെ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല, അത്രയും കുറവാണ് ഇവിടെ കാണുന്ന സ്പോട്ട്. ഓക്കെ അല്ലേ? ഇതാണ് അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ കണ്ടത്. എന്തായിരിക്കും കാരണം? ഓക്കെ, നമുക്കത് പറയാം. ഇവിടെ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ സ്പോട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ആരോ ഇവിടെ വന്നിട്ട് ഇടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ആരാ ഇടിക്കുന്നുണ്ടാവുക? ഇവിടുന്ന് വരുന്ന ആൽഫ റേഡിയേഷൻസ്, ആൽഫ പാർട്ടിക്കിൾസിന്റെ സ്ട്രീം, ആൽഫ പാർട്ടിക്കിൾസിന്റെ ഒഴുക്ക് മൂലം ഉണ്ടാകുന്ന ആ റേഡിയേഷൻസ് ഈ സ്ലിറ്റിലേക്ക് കൂടി കടന്നിട്ട് ഈ ഓപ്പണിംഗിലേക്ക് കൂടി വന്നിട്ട് ഈ ഫോയിൽ കടന്നിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നേരെ നോക്കണം. ഇനി മാഷ് പറയുന്ന ശ്രദ്ധിക്കണം. ഇതാ റേഡിയേഷൻസ് ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യപ്പെടാണ്. ആ റേഡിയേഷൻസ് സ്ലിറ്റ് കടന്നിട്ട് ഈ ഓപ്പണിംഗ് കടന്നിട്ട് ഗോൾഡ് ഫോയിൽ കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഗോൾഡ് ഫോയിൽ കടന്നിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ ആറ്റങ്ങളിൽ കൂടി കടന്നിട്ടാണ് അപ്പുറത്തേക്ക് എത്തുന്നത്, അല്ലെ? അപ്പോ ഈ റേഡിയേഷൻസ് ഗോൾഡ് ആറ്റങ്ങൾ കടന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ ഓപ്പണിംഗിന് നേരെ മുമ്പിലുള്ള ഈ പോയിന്റിൽ ഒരുപാട് സ്പോട്ട് കാണുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇവിടെ നിന്നും വരുന്ന ആൽഫ റേഡിയേഷൻസ് ഭൂരിഭാഗത്തിനും യാതൊരു ഡീവിയേഷനും സംഭവിക്കുന്നില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ അവിടെ ഇരിക്കുന്നു, അല്ലെ? ഇവിടെ നിന്നും വരുന്ന 100 കണക്കിന് ആൽഫ റേഡിയേഷൻസിന്, ആൽഫ പാർട്ടിക്കിൾസ് ഒരു ഡീവിയേഷനും കൂടാതെ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നു. അതിന്റെ എണ്ണം ഒരുപാട് കൂടുതലല്ലേ? അപ്പൊ എന്താണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ? എങ്ങനെ എഴുതാം? Most of the alpha particles passed through this gold foil without any reflection. Okay, ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ ഭൂരിഭാഗവും യാതൊരു ഡീവിയേഷനും കൂടാതെ, യാതൊരു വ്യതിയാനവും കൂടാതെയാണ് ഗോൾഡ് ഫോയിലിൽ കൂടിയിട്ട്, അതായത് ഗോൾഡ് ആറ്റങ്ങളിൽ കൂടിയിട്ട് പാസ് ചെയ്യുന്നത്. ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുപോവാ. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി റിഫ്ലക്ഷൻ. Most of the alpha particles passed through the gold foil without any reflection. Clear? Done. ഇനി നിങ്ങൾ നോക്കിയ മക്കളെ, കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് സ്പോട്ട് കാണുന്നില്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇതിലേ കൂടി വരുന്ന ആൽഫ പാർട്ടിക്കിൾസ്, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് കുറയ്ക്കും, ചെറിയൊരു ഡീവിയേഷനോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു. അവിടേക്ക് വന്ന ഇവിടെ കാണുന്ന സ്പോട്ടുകളുടെ ഇവിടെ എത്രയുണ്ടോ? ഇവിടെ അത്രയുണ്ടോ? ഇല്ല, കുറവല്ല. അതിനർത്ഥം എന്താ? ഡീവിയേഷൻ ആൽഫ പാർട്ടിക്കിൾസിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ എണ്ണം കുറവാണ്. ഭൂരിഭാഗവും ഡീവിയേഷൻ സംഭവിക്കാതെയാണ് ഇവിടെ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തത്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ സ്പോട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം? അപ്പൊ ഇവിടെ സ്പോട്ട് കാണുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താണ്? A few alpha particles passed through this gold foil with small angle deviation. അല്ലെ, ഇതിലെ കൂടി പോയി ഭൂരിഭാഗം അപ്പുറത്ത് നേരെ പോയി, ഡിഫ്ലക്ഷൻ സംഭവിക്കാതെ പോയി. കുറച്ച് പേരെന്ത് ചെയ്യുന്നു? ഇതിന്റെ ഉള്ളിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ ചെറിയ ആംഗിൾ ഡീവിയേഷൻ, ഇതാ ഒരുപാടൊന്നുമില്ല, ചെറിയ ആംഗിൾ ഡീവിയേഷന് വിധേയമാകുന്നു. ഓക്കെ, a few alpha particles passed through the gold foil with a small angle deviation, ചെറിയ ആംഗിൾ ഡീവിയേഷൻ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് സ്പോട്ട് കാണുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടേക്ക് വന്ന ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിലിൽ തട്ടിയിട്ട് ലാർജ് ആംഗിൾ ഡീവിയേഷന് വിധേയമാകുന്നുണ്ട്. ചെറിയ ആംഗിൾ ഉണ്ടാവുന്നവരുണ്ട്, വലിയ ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കുന്നവരുണ്ട്. ഓക്കെ, ഇത്രയും വലിയ ഡീവിയേഷൻ, മോർ ദാൻ 90 ഡിഗ്രി അല്ലേ? പക്ഷെ അതിന്റെ എണ്ണം എന്താണ്? വളരെ കുറവല്ലേ?
പിന്നെയോ ഇവിടെ സ്പോട്ട് കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ചില ആൾക്കാർ 180 ഡിഗ്രി ഡീവിയേഷന് വിധേയമാകുന്നുണ്ട്, പക്ഷെ അതിന്റെ എണ്ണം വളരെ 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 കുറവാണ്. very few alpha particles passed through the gold foil. Very few alpha particles undergo large angle deviation and some of them undergo 180 degree deviation. Okay, ഇതാണ് ഒബ്സർവേഷൻ. മൂന്നെണ്ണം. ഒന്ന്, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ്, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേഷൻ ഒന്നും കൂടാതെയാണ് ഗോൾഡ് ഫോയിലിൽ കൂടി കടന്നു പോകുന്നത്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിൾ ഡീവിയേഷന് വിധേയമാകുന്നുണ്ട്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിൾ ഡീവിയേഷന് വിധേയമാകുന്നുണ്ട്. അതിലും വളരെ കുറച്ച് ആൾക്കാർ 180 ഡിഗ്രിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒബ്സർവേഷൻ. അല്ല വേറെ വേറെ പഠിക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പൊ ഇത് പറയണം. വാട്ട് ആർ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? അപ്പൊ ഈ മൂന്നെണ്ണം പറയണം. അപ്പൊ ഒന്നുകൂടി കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. Most of the alpha particles passed through the gold foil without any reflection. A few alpha particles passed through the gold foil with a small angle deviation. Okay, very few alpha particles undergo large angle deviation. Okay, ഇത്രയാണ് ഒബ്സർവേഷൻ. ഇതെന്ത് പറയണം? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്തു, ഗോൾഡ് ഫോയിൽ കടന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നു, കുറച്ച് ആൾക്കാരെ ഡീവിയേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം പേർക്കും ഡീവിയേഷൻ സംഭവിക്കാത്തത്? കുറച്ച് പേർക്ക് എന്തുകൊണ്ട് ചെറിയ ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കുന്നു? വളരെ കുറച്ച് പേർക്ക് എന്തുകൊണ്ട് വലിയ ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കുന്നു? ഇക്കാര്യങ്ങൾ പറയണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് വാട്ട് ആർ ദി കൺക്ലൂഷൻസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്. കൺക്ലൂഷൻസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്. ഒന്ന്, അപ്പൊ ഒന്നാമത് പറയുന്നത് ഒരു ഭൂരിഭാഗം പേർക്കും എന്തുകൊണ്ട് ഡീവിയേഷൻ സംഭവിച്ചില്ല എന്നുള്ളത് പറയും. അപ്പൊ എന്താണ് ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്നത് ഗോൾഡ് ഫോയിലെ ആറ്റങ്ങളിൽ കൂടിയിട്ടല്ലേ? ആറ്റങ്ങൾ കടന്നിട്ടല്ല ആൽഫ പാർട്ടിക്കിൾസ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസിനും ഡീവിയേഷൻ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്ന ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിന്റെ ഭൂരിഭാഗവും എംപ്റ്റി സ്പേസ് ആണ്. അവിടെ ഒന്നുമില്ല, ശൂന്യമായ ഒരുപാട് സ്ഥലങ്ങൾ ആറ്റത്തിന്റെ ഉള്ളിലുണ്ട്. ആ സ്ഥലത്ത് കൂടി കടന്നു പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിനാണ് എന്ത് സംഭവിച്ചത്? എന്ത് സംഭവിക്കാത്തത്? ഡീവിയേഷൻ സംഭവിക്കാത്തത്. നോക്ക്, ആ ഡീവിയേഷൻ സംഭവിക്കാത്തവരുടെ എണ്ണം വളരെ കൂടുതലല്ലേ? അതിന്റെ അർത്ഥം എന്താ? ആറ്റത്തിൽ ഇഷ്ടംമാതിരി എംപ്റ്റി സ്പേസുകളുണ്ട്. ഇതെന്തിനെതിരാണ്? ജെ തോംസന്റെ ആറ്റം മോഡലിന് ഘടകവിരുദ്ധമാണ്. ജെ തോംസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താ? അവിടെ മാസ് എല്ലാം യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒഴിവുള്ള സ്ഥലങ്ങൾ അവിടെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ട കാര്യം എന്താണ്? ആൽഫ പാർട്ടിക്കിൾസ് കുറച്ച് വലിയ പാർട്ടിക്കിളാണ്. വലിയ പാർട്ടിക്കിൾ ഭൂരിഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ പോകുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആറ്റത്തിന്റെ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. പാർട്ടിക്കിൾസ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ആറ്റത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി gold foil without any reflection, which indicates that there are a lot of most of the space in atom is empty. Okay, രണ്ട്, ഇതെന്ത് പറയണം? എന്തുകൊണ്ട് ചെറിയ ആംഗിൾ ഡീവിയേഷൻ സംഭവിച്ചു? ആർക്കാ ഡീവിയേഷൻ സംഭവിച്ചത്? ആൽഫക്കല്ലേ? ആൽഫയാരാ? രണ്ട് പോസിറ്റീവ് ചാർജുള്ള ഹെവി മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ്. അപ്പൊ അത്രയും വലിയ മാസ് ഉള്ള ആൽഫയെ ഏതിലെ കൂടെ പോകുന്നത്? ഈ ഗോൾഡ് ഫോയിലിന്റെ അടുത്ത ഘട്ടത്തിലുള്ള ഡീവിയേഷൻ സംഭവിക്കുന്നത് ഇവിടെ നിന്നൊന്നുമല്ല. അപ്പൊ ഗോൾഡ് ഫോയിലിന്റെ ഉള്ളിലെ ആറ്റത്തിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കണമെങ്കിൽ അതിനെ വളക്കാൻ അതിന്റെ വഴിക്ക് ആരോ വേണ്ടേ? അത് പോകുന്ന വഴിക്ക് എവിടെയോ അതിനെ വളക്കാൻ പറ്റുന്ന, ദാറ്റ് മീൻസ് റിപ്പൽ ചെയ്യാൻ പറ്റുന്ന ആരോ ഒരാളുണ്ട്. പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നത് ആരാ? പോസിറ്റീവ്. എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആറ്റങ്ങളിൽ എവിടെയോ പോസിറ്റീവ് ചാർജുള്ള മാസ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജുള്ള മാസ് ചെറുതായിരിക്കാൻ സാധ്യതയില്ല. അതിന്റെ മാസ് ചെറുതായിരിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? വലിയ മാസുള്ള ആൽഫയെ വളക്കണമെങ്കിൽ ആ
പോസിറ്റീവ് ചാർജുള്ള ആ മാസ്, ആറ്റത്തിന്റെ ഉള്ളിലുള്ള മാസ്, അതിന്റെയും മാസ് കൂടുതലായിരിക്കണം. വലിയ മാസുള്ളതിനെ വലിയ മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ മാത്രമേ വലിയ മാസുള്ള വേറൊന്നിനെ വളക്കാൻ പറ്റുള്ളൂ, പോസിറ്റീവ് ചാർജിനെ വളക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് small angle deviation of some of the alpha particles indicates that there must be the presence of a positively charged heavy mass ഉള്ള ഒരു സെന്റർ ആറ്റത്തിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഭൂരിഭാഗം സ്ഥലം എംപ്റ്റി ആണെങ്കിലും അവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സെന്റർ ആറ്റത്തിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ അടുത്തുകൂടി പോയ ആൽഫ പാർട്ടിക്കിൾ ആണ് എന്തായത്, ചെറിയ ആംഗിൾ ഡീവിയേഷന് വിധേയമായത്. ഓക്കെ, ഇനി നോക്ക്, കുറച്ചാൾക്കാർ ലാർജ് ആംഗിൾ ഡീവിയേഷന് വിധേയമായില്ലേ? കേൾക്കുന്നില്ല. കുറച്ചാൾക്കാർ ലാർജ് ആംഗിൾ ഡീവിയേഷന് വിധേയമായില്ലേ? മീനിങ് എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ചില ആൾക്കാർ ആ പോസിറ്റീവ് ചാർജുള്ള സെന്ററിന്റെ വളരെ അടുത്തുകൂടി പോകുന്നു. വളരെ അടുത്തുകൂടി പോകുമ്പോൾ ലാർജ് ആംഗിൾ ഡീവിയേഷന് വിധേയമായി നല്ലോണം റിപ്പൽഷൻ ഉണ്ടായി. അതിൽ കുറച്ച് ആൾക്കാർ ഹെഡ് ടു ഹെഡ് ആയിട്ട് വന്നു. അതിന്റെ നേരെ ഹെഡ് ടു ഹെഡ് കൊളീഷൻ രീതിയിൽ നേരെ വന്നപ്പോൾ അതിഭയങ്കരമായ റിപ്പൽഷൻ കാരണം നേരെ തിരിച്ചു പോയി 180 ഡിഗ്രിയിൽ തന്നെ ഡീവിയേഷൻ സംഭവിച്ചു. കുറച്ച് ദൂരത്ത് കൂടി പോകുന്നവർക്കാണ് ചെറിയ ആംഗിൾ ഡീവിയേഷൻ ഉണ്ടായത്, അതാണ് ഇവിടെ കണ്ടത്. വളരെ അടുത്തുകൂടി പോകുന്നവർക്കാണ് വലിയ ആംഗിൾ ഡീവിയേഷൻ ഉണ്ടായത്. ഹെഡ് ടു ഹെഡ് ആയിട്ട് വന്നവർക്കാണ് ഡീവിയേഷൻ വളരെ കൂടിയത്, 180 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തത്. ഇനി അവിടെ നിങ്ങൾ നോക്ക്, അങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവല്ലേ? മീനിങ് എന്താ, ഈ പോസിറ്റീവ് ചാർജ് ആറ്റത്തിൽ മുഴുവൻ, ഇതാണ് ആറ്റമാണെന്ന് വിചാരിക്കുക, ആറ്റത്തിൽ മുഴുവനായിട്ട് നടന്നിട്ടില്ല. ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലത്തും ഈ പോസിറ്റീവ് ചാർജുള്ള മാസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കായിരുന്നു? ഇവിടെ വളരെ കുറച്ച് കിട്ടുമായിരുന്നു, വളയുന്നവരുടെ എണ്ണം കൂടുമായിരുന്നു. ഇതങ്ങനെയല്ല, വളയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, അതുമാത്രമല്ല നേരെ പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ, ഈ പോസിറ്റീവ് ചാർജുള്ള സെന്റർ, പോസിറ്റീവ് ചാർജുള്ള ഈ മാസ് ആറ്റത്തിന്റെ വളരെ ചെറിയ സ്ഥലത്താണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. പക്ഷെ ആ ചെറിയ സ്ഥലത്താണ് ഭൂരിഭാഗം മാസ് ഉള്ളത്. ഓക്കെ, കാരണം എന്താ, ആൽഫയെ വളക്കാൻ പറ്റുന്ന മാസാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മൂന്നാമത്തത്. എന്താണ്? large angle deviation of some of the alpha particles indicates that these alpha particles are come nearer to that positively charged center. Okay, some of the alpha particles come head to head collision with this positively charged center, then they undergo 180 degree deflection or deviation. So these are the three conclusions of this experiment. അപ്പോൾ ഒന്നാമത്തത്, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസിനും ഡീവിയേഷൻ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഭൂരിഭാഗവും എംപ്റ്റി ആണ്. രണ്ട്, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് ചെറിയ ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ എവിടെയോ പോസിറ്റീവ് ചാർജുള്ള ഹെവി മാസ് ഉള്ള ഒരു സെന്റർ ഉണ്ട്, അതിന്റെ അടുത്തുകൂടി പോയവർക്കാണ് ഡീവിയേഷൻ, ചെറിയ ഡീവിയേഷൻ സംഭവിച്ചത്. വളരെ അടുത്തുകൂടി പോകുന്നവർക്കാണ് ലാർജ് ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഹെഡ് ടു ഹെഡ് കൊളീഷൻ ആയിട്ട് വരുന്നവർക്കാണ് 180 ഡിഗ്രി ഡീവിയേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഡീവിയേഷൻ സംഭവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ആ പോസിറ്റീവ് ചാർജ് ഉള്ള സെന്റർ ഉള്ളത് എവിടെയാണ്? ആറ്റത്തിന്റെ വളരെ ചെറിയ സ്ഥലത്താണ്. ആറ്റം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതല്ല. എല്ലാം ജെ തോമസിന്റെ ആറ്റം മോഡലിന് വിരുദ്ധമല്ലേ? ജെ തോമസിന്റെ ആറ്റം മോഡൽ എന്താ പറയുന്നത്? ആറ്റത്തിന്റെ സർഫസിന് മുഴുവനും പോസിറ്റീവ് ചാർജ് സ്പ്രെഡ് ചെയ്തിട്ടാണുള്ളത്, ആറ്റത്തിന്റെ ഉള്ളിൽ മുഴുവനും നെഗറ്റീവ് ചാർജ് സ്പ്രെഡ് ചെയ്തിട്ടാണുള്ളത്. തെറ്റല്ലേ? അല്ലേ? അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പിൽക്കാലത്ത് വന്ന ഒബ്സർവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നില്ല? ജെ തോമസിന്റെ ആറ്റം മോഡലിന് സാധിച്ചിട്ടില്ല. നെക്സ്റ്റ്, ഈ പറയപ്പെട്ട എക്സ്പെരിമെന്റിൽ നിന്നും കിട്ടിയ ഒബ്സർവേഷനിൽ നിന്നും അതിൽ നിന്നും കിട്ടിയ കൺക്ലൂഷനിൽ നിന്നും നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് പുതിയൊരു ആറ്റം മോഡൽ, ആറ്റത്തിന്റെ പുതിയൊരു മാതൃക അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ആറ്റം മോഡൽ, ന്യൂ ആറ്റം മോഡൽ വിച്ച് ഈസ് കോൾഡ് റൂദർഫോർഡ്സ് ആറ്റം മോഡൽ. ആ ആറ്റം മോഡലിന്റെ പ്രധാനപ്പെട്ട 4 ഫീച്ചേഴ്സ് നമുക്ക് പറയാം. ഓക്കെ, ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ആറ്റത്തിൽ ഭൂരിഭാഗം എംപ്റ്റി സ്പേസ് ആണ്.
most of the space in atom is empty. അല്ലാതെ ജെ ജോൺസൺ പറഞ്ഞ പോലെ ആറ്റത്തിൽ മാസുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ആറ്റത്തിൽ മുഴുവനായിട്ടും യൂണിഫോം ആയിട്ട് ഒരേപോലെ സ്പ്രെഡ് ചെയ്തിട്ടല്ല ഉള്ളത്. പല ഭാഗം എന്ന് വെച്ചാൽ ഭൂരിഭാഗം സ്ഥലവും ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും ഒഴിഞ്ഞു കിടക്കുന്നതാണ്. രണ്ടാമത്തത് ഇനിയിപ്പോ നോക്കണേ, ആറ്റത്തിൽ ഇപ്പൊ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അത് പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ്, റൂദർഫോർഡ് തന്നെയാണ് പ്രോട്ടോൺസ് എന്നുള്ള പേര് കൊടുത്തത് അദ്ദേഹമാണ്. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അത് എവിടെയാണുള്ളത്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, അതെവിടെയാണുള്ളത് എന്ന് പറഞ്ഞാൽ മോഡലാണ്. ഓക്കെ, ഈ പറയപ്പെട്ട പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൽ പോസിറ്റീവ് ചാർജുള്ള സ്ഥലം എവിടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. All the positive charge of an atom is occupied in a very small space which is called the nucleus. ആറ്റത്തിന് എല്ലാ പോസിറ്റീവ് ചാർജും ഉള്ളത് വളരെ ചെറിയൊരു സ്ഥലത്താണ്. ആറ്റത്തിന്റെ ഉള്ളിൽ വളരെ ചെറിയൊരു സ്ഥലത്താണ് എല്ലാ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയല്ല? ആറ്റത്തിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടല്ല ഉള്ളത്. ഓക്കെ, എവിടെയാണ്? ആറ്റത്തിന്റെ സെന്ററിൽ വളരെ ചെറിയൊരു സ്ഥലത്ത്. അതിന്റെ പേരാണ് ന്യൂക്ലിയസ്. സോ ദി റീസൺ ഫോർ ദി പോസിറ്റീവ് ചാർജ് ഓഫ് എ ന്യൂക്ലിയസ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് പ്രോട്ടോൺസ്. ഇനി വേറെ പ്രത്യേകത എന്താണെന്നറിയോ? ആറ്റത്തിന്റെ മാസിന്റെ 99% ഉള്ളത് ആ ന്യൂക്ലിയസിലാണ്. Okay, that means all the positive charge and most of the mass of an atom is concentrated in a very small space within the atom which is called nucleus. Okay, അപ്പോൾ ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട് എന്ന് അദ്ദേഹം നിർവചിച്ചു. ആ സെന്ററിന് പറഞ്ഞ പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. പോസിറ്റീവ് ചാർജിന് കാരണം ഈ പ്രോട്ടോൺസ് ആണ്. ഓക്കെ, ഇനെന്താ പറയണം? ഇലക്ട്രോൺസിന് എവിടെയുള്ളതെന്ന് പറയണം. ഇലക്ട്രോൺസ് എവിടെയാണുള്ളതെന്ന് പറയണം. ഇലക്ട്രോൺസ് ഉള്ളത്, നേരെ ശ്രദ്ധിക്കണേ, ഇലക്ട്രോൺസ് ഉള്ളത് ആറ്റത്തിനെ ചുറ്റിക്കൊണ്ട് കുറെ സർക്കുലാർ പാത്തുകളുണ്ട്. ആ സർക്കുലാർ പാത്തുകളിൽ കൂടിയിട്ട് ഇലക്ട്രോൺസ് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാണ്. എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ പുറത്തുള്ള സർക്കുലാർ പാത്തിൽ കൂടിയിട്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു വിത്ത് ഹൈ സ്പീഡ്. അപ്പൊ ഇലക്ട്രോണിന്റെ പൊസിഷനും പറഞ്ഞു, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന്റെ പൊസിഷനും പറഞ്ഞു. ഓക്കെ, ഒന്ന് നോക്ക്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിന്റെ പൊസിഷനും പറഞ്ഞു, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന്റെ പൊസിഷനും പറഞ്ഞു. ഇനി നാലാമത്തത് ഇവിടെ വലിയൊരു പ്രശ്നം വരും. എന്താണ്? ഇങ്ങനത്തെ ഒരു ആറ്റം മോഡൽ വരുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഒരു പ്രശ്നം വരും. അപ്പൊ ഈ ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യൂലേ? അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് കേൾക്കണേ, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ വന്നിട്ട് വീഴൂല. അദ്ദേഹം പറഞ്ഞെങ്ങനെ അറിയാവോ? അദ്ദേഹം ശ്രദ്ധിക്കണം. ഏതൊരു വസ്തു മറ്റൊരു വസ്തുവിനെ ചുറ്റണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കുലാർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സർക്കുലാർ പാത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോഴ്സ് ആവശ്യമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം. സെൻട്രിപെറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു വസ്തു ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ അതേ പാത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് എവിടെ നിന്നെങ്കിലും കണ്ടെത്തണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സണ്ണിനെ ചുറ്റിക്കൊണ്ട് ഒരുപാട് പ്ലാനറ്റുകളുണ്ട് അല്ലെ? ആ പ്ലാനറ്റുകൾ ഇങ്ങനെ ആ സർക്കുലാർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ, കാലങ്ങളായിട്ട് അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, സണ്ണിലേക്ക് വന്ന് വീഴുന്നില്ലല്ലോ. സണ്ണ് അതിനെ പിടിച്ച് അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. സണ്ണ് എല്ലാ പ്ലാനറ്റുകളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അവർ വന്നിട്ട് അവിടെ വീഴുന്നില്ല. എന്തുകൊണ്ട്? ആ സർക്കുലാർ പാത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവർക്കൊരു ഫോഴ്സ് ആവശ്യമാണ്. ആ ഫോഴ്സ് കിട്ടിയത് എവിടെ നിന്നറിയാവോ? ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്നാണ്. അതായത് അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ചുറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉണ്ടാകുന്നില്ല, ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് വീഴുന്നില്ല. അതേപോലെ ഈ ന്യൂക്ലിയസും അതേപോലെ ഇലക്ട്രോണും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്.
ആ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്, വൈദ്യുതാകർഷണ ബലം. പക്ഷെ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ഒരിക്കലും ഇലക്ട്രോൺ ഇവിടേക്ക് വന്ന് വീഴൂല. കാരണം ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഇലക്ട്രോണുകൾക്ക് ചുറ്റാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഒരു ഫോഴ്സിന് ഒരു സമയത്ത് ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫോഴ്സിന് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞു. ഏതിനു വേണ്ടിയിട്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അട്രാക്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസിന് സാധിക്കില്ല. Okay, so electrons are revolved around the circular path. Around the nucleus in the circular path. The electrostatic force of attraction between the electrons and the nucleus is used for the centripetal force for the revolution of electrons around the nucleus. ഓക്കെ, അപ്പൊ നല്ലൊരു ആറ്റം മോഡലാണ്. എങ്ങനെയാണ് ഇത് ശരിക്കും എങ്ങനെയാണുള്ളത്? നമ്മുടെ സോളാർ സിസ്റ്റം പോലെ തന്നെയല്ലേ? സോളാർ സിസ്റ്റത്തിൽ സണ്ണിനെ ചുറ്റിക്കൊണ്ട് പ്ലാനറ്റുകളുണ്ട്. അതേപോലെ തന്നെ അവിടെ സണ്ണിന് പകരം ഇവിടെ ന്യൂക്ലിയസ്, അവിടെ പ്ലാനറ്റുകൾക്ക് പകരം ഇവിടെ ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റം മോഡലിന് പറയുന്നത് വേറൊരു പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്നാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. നല്ലൊരു ആറ്റം മോഡലാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ആദ്യ കാലഘട്ടത്തിൽ ഇതിന് നല്ലപോലെ എന്താ പറയാ സ്വീകാര്യത ലഭിച്ചിരുന്നു. പക്ഷെ ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു ആറ്റം മോഡൽ ആണ് എങ്കിൽ ഈ മോഡലിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറികളെയും അതേപോലെ തന്നെ അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന തിയറികളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആറ്റം മോഡലിന് സാധിക്കണം. പക്ഷേ ചില പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആറ്റം മോഡലിന് സാധിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ആറ്റം മോഡലിന്റെ ഡീമെറിറ്റുകളാണ്. ഡീമെറിറ്റ്സ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ. ഡീമെറിറ്റ്സ് ഓഫ് ആറ്റം മോഡൽ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇങ്ങനെ പറയുന്ന ആറ്റം സ്ഥിരതയുള്ളതാണല്ലോ. ഇലക്ട്രോണുകൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് വന്നിട്ട് ഒരിക്കലും വീഴില്ല. കാരണം അദ്ദേഹം പറഞ്ഞില്ലേ എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സിന് വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ ഇപ്പൊ എന്താ പറയാ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാ? കേൾക്കണേ, ഇദ്ദേഹം എക്സ്പ്ലെയിൻ ഈ തിയറി അല്ലെങ്കിൽ ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1909 പക്ഷെ 1870 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട തിയറി ഉണ്ട്. ആ തിയറിയുടെ പേരാണ് മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ ഈ തിയറി പറയുന്നത് ചാർജുള്ള ഒരു വസ്തു ആക്സിലറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. കേൾക്കണേ, ചാർജുള്ള ഒരു വസ്തു ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒരു വേവ് പുറത്തോട്ട് എമിറ്റ് ചെയ്യും. വേവ് എന്ന് വെച്ചാൽ എനർജിയാണ്. എനർജി പല രൂപത്തിലുണ്ട്. ഹീറ്റ് എനർജി, വേവ് എനർജി, അങ്ങനെ പല ടൈപ്പിലുള്ള എനർജി രൂപങ്ങളുണ്ട്. അപ്പൊ ഒരു ചാർജ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യപ്പെടും ഇൻ ദി ഫോം ഓഫ് വേവ്. ആൻഡ് ദാറ്റ് വേവ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് എനർജി പുറത്തോട്ട് പോകുമ്പോൾ അതിന്റെ എനർജി കുറഞ്ഞുകൊണ്ട് പോകില്ലേ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ക്ഷീണിച്ചുകൊണ്ട് വരാം. എന്തുകൊണ്ട്? ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് ഹീറ്റ് എനർജി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ എന്താണ് എന്റെ എനർജി? അതല്ല ഇപ്പോഴുള്ള എനർജി കുറഞ്ഞുകൊണ്ട് വരാം. അതേപോലെ ചാർജുള്ള ഒരു വസ്തു ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി കുറയും. ബിക്കോസ് ഇറ്റ് വിൽ എമിറ്റ് ദി എനർജി ഇൻ ദി ഫോം ഓഫ് എ വേവ്. ദാറ്റ് വേവ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അങ്ങനെ നോക്കുമ്പോൾ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് ഇലക്ട്രോൺ ഉണ്ട് എന്നല്ലേ ആര് പറയുന്നത്? നമ്മുടെ റൂദർഫോർഡ് പറയുന്നത്. ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ ചുറ്റുന്നത് ഒരേ സ്പീഡിലാണ്. നല്ല സ്പീഡിലാണ്, പക്ഷെ കോൺസ്റ്റന്റ് സ്പീഡാണ്. സ്പീഡ് മാറുമ്പോഴല്ലേടോ, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ ആക്സിലറേഷൻ ഉണ്ടോ? ഒരേ വെലോസിറ്റിയിലല്ലേ ട്രാവൽ ചെയ്യുന്നത്. ആക്സിലറേഷൻ ഉണ്ടോ? ഉണ്ട്. എന്തേ? വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ആക്സിലറേഷൻ ഉണ്ടായി. വെലോസിറ്റി വെക്റ്റർ അല്ലേ?
വെക്ടർ ചേഞ്ച് ചെയ്യണമെന്ന് പറയണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് തന്നെ മാറണമെന്നില്ല, ഡയറക്ഷൻ മാറിയാലും മതി. പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും എന്തുണ്ടാകും? ആക്സിലറേഷൻ ഉണ്ടാകും. നോക്ക്, ഈ ഇലക്ട്രോൺ സർക്കുലർ പാത്തിലുള്ള ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ പോയിന്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ അത് ഇങ്ങോട്ടല്ലേ, ഇവിടെ വരയ്ക്കുന്ന ടാൻജന്റിലോട്ടല്ലേ. പക്ഷെ ആ ഇലക്ട്രോൺ ഇവിടേക്ക് എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടല്ലേ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ആ ഇലക്ട്രോൺ ഇവിടേക്ക് എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ. ഓരോ പോയിന്റിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ അനുനിമിഷം ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം ഈ ചുറ്റുന്ന ഇലക്ട്രോൺ, ശ്രദ്ധിക്കണം, സർക്കുലർ പാത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ഓരോ ചുറ്റി പൂർത്തിയാകുമ്പോഴും അതിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചുറ്റിൽ എന്താണ് എനർജി? അതല്ല, അതിന്റെ രണ്ടാമത്തെ ചുറ്റിൽ അതിന്റെ എനർജി കുറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ സർക്കുലർ പാത്തിന് പകരം അതിനേക്കാൾ ചെറിയ സർക്കുലർ പാത്തിൽ ചുറ്റാനേ അതിന് സാധിക്കുള്ളൂ. അടുത്ത ചുറ്റ് ഇതിനേക്കാൾ ചെറുതായിരിക്കും, കാരണം ഓരോ ചുറ്റിലും ഓരോ റൊട്ടേഷനിലും എനർജി കുറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇലക്ട്രോൺ വന്ന് ന്യൂക്ലിയസിൽ പതിക്കണം. ഇലക്ട്രോൺ വന്ന് ന്യൂക്ലിയസിൽ പതിച്ചാൽ ആറ്റം കൊളാപ്സ് ചെയ്യപ്പെടും. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് ഇദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിച്ചില്ല. റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം അങ്ങനെ സംഭവിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിൽ ഉള്ളത് ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജാണ്, ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജാണ്. കാരണം അത് സർക്കുലർ മോഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എനർജി എമിറ്റ് ചെയ്ത് ഓരോ റൊട്ടേഷനിലും എനർജി എമിറ്റ് ചെയ്തിട്ട് അവസാനം ഓരോ ഇലക്ട്രോണും പോയിട്ട് ന്യൂക്ലിയസ് പതിക്കണം. അങ്ങനെ ആറ്റം കൊളാപ്സ് ചെയ്യപ്പെടണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ആറ്റം സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റ്. രണ്ടാമത്തെ ഡീമെറിറ്റ് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഡീമെറിറ്റ് പിൽക്കാലത്ത് ഇതിന് ഇദ്ദേഹത്തിന്റെ തിയറിക്ക് മുമ്പ്, ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ്. ഇത് അദ്ദേഹത്തിന് ശേഷം വന്ന ചില ഒബ്സർവേഷൻ. ഹൈഡ്രജൻ ഗ്യാസിനെ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലെടുത്തു. എന്നിട്ട് അതിനെ ചൂടാക്കി, അല്ലെങ്കിൽ അതിലേക്ക് ലൈറ്റ് പാസ് ചെയ്തു. എന്നിട്ട് ആ കണ്ടെയ്നറിന് നമ്മളൊരു സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് നോക്കി. എങ്ങനെ? സ്പെക്ട്രോമീറ്റർ. അത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ കാണും. സ്പെക്ട്രോമീറ്ററിലെ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളേർഡ് ആയിട്ടുള്ള ലൈനുകൾ കാണാൻ പറ്റും. നീല, പച്ച, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലൈനുകൾ കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത കുറെ ലൈൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പിന്നീട് പറയും. ഈ ലൈൻസിന് പറഞ്ഞ പേരാണ് സ്പെക്ട്രൽ ലൈൻസ്. എന്നാണ് സ്പെക്ട്രൽ ലൈൻസ്. എങ്ങനെയാണ് ഹൈഡ്രജന് ഇങ്ങനെയുള്ള ലൈൻ സ്പെക്ട്രം, ലൈൻ പോലുള്ള സ്പെക്ട്രം കിട്ടുന്നത്? പല ടൈപ്പിലുള്ള സ്പെക്ട്രം ഉണ്ട്. ലൈൻ സ്പെക്ട്രം കിട്ടുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. failed to explain the line spectrum of hydrogen. നമ്മളിത് പറയട്ടെ, ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാവില്ല. എന്താ ഈ സ്പെക്ട്രം ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അടുത്ത സെക്ഷനുകളിൽ നമുക്ക് ആ സ്പെക്ട്രത്തിനെ കുറിച്ച് പറയട്ടോ. അപ്പോൾ ഒന്ന് failed to explain the stability of atom, failed to explain the line spectrum of hydrogen. അടുത്തത്, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട്. എങ്ങനെ? സർക്കുലർ പാത്തിൽ കൂടിയുണ്ട്. അപ്പൊ ഒരു 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഓരോ പാത്തിലും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് ഉള്ളത്? അതായത് ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സർക്കുലർ പാത്തിലാണ്. ഓക്കെ, പക്ഷെ ഓരോ സർക്കുലർ പാത്തിലും എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. Okay, that means it failed to explain the electronic structure of atom. Failed to explain electronic structure of atom. Structure of atom. Okay, ഇതാണ് പ്രധാനപ്പെട്ട ഡീമെറിറ്റ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബോർ ആറ്റം മോഡലാണ്. പക്ഷെ ബോർ ആറ്റം മോഡലിന് മുമ്പ് ബോർ ആറ്റം മോഡലിലേക്ക് എത്തിച്ചേരാൻ കാരണമായിട്ടുള്ള സയൻസിലുണ്ടായ കുറെ ഡെവലപ്മെന്റുകളുണ്ട്. അത് പറഞ്ഞ ശേഷമാണ് നമ്മൾ ബോർ ആറ്റം മോഡലിലേക്ക് പോവുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.